കിടന്ന മാലയും കാലിൽ അരികത്തും കയ്യിലുള്ള മോതിരം കൂടി കൊടുത്തുകൊണ്ടാണ് അവർ ഈ സ്ഥാപനത്തിന് മുതൽ മുട്ടുണ്ടാക്കി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സഹായിച്ച ഒരുപാട് സഹോദരിമാർ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അവരുടെ സന്താന പരമ്പരയുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് മഹതികൾ ഇപ്പോഴും സംഭവം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട അള്ളാഹു അവരെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാവട്ടെ. ഇന്നുള്ള തലമുറ കാൽപ്പാടുകൾ പിന്തുടരാൻ ദീനീ സേവന രംഗത്ത് തിളങ്ങി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ യതീംഖാന അനുബന്ധ സ്ഥാപനങ്ങൾ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളതാണ്. യതീംഖാന അനുബന്ധ സ്ഥാപനങ്ങൾ 13 ഏക്കറിൽ പരന്നു കിടക്കുന്ന യതീംഖാന അടക്കമുള്ള 10ഓളം സ്ഥാപനങ്ങളുടെ നിലയമാണ് ആ സ്ഥലം. അവിടെ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അന്തേവാസികൾ അടക്കമുള്ള ആളുകൾക്ക് സ്ഥിര വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവാസികളായ സുഹൃത്തുക്കൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ചുണ്ടിന്റെ ചുവപ്പമായിരുന്നതിന് മുമ്പ് ജീവിതത്തിന്റെ ഭാഗം കടലിനക്കരെ പോയി കഠിനാധ്വാനം ചെയ്ത ആ പ്രവാസി സുഹൃത്തുക്കളുടെ ചോരയാണ്, അവരുടെ വിയർപ്പാണ് യതീംഖാന സ്ഥാപനങ്ങളിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അവർ ചെയ്ത സേവനമാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവരെ കുടുംബത്തെ പോറ്റുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ, ഈ നാട്ടിനെ, ഈ മഹലിനെ അവർ നെഞ്ചേറ്റി ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അർഹമർ റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അവർ കുടുംബത്തിന് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും അവരുടെ ബിസിനസ് ബർക്കത്തും റാഹത്തും റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിൽ പ്രാമുഖ്യമുള്ള UAE-യിലെയും ഒമാനിലെയും മുസ്ലിം റിലീഫ് കമ്മിറ്റിയെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അതുപോലെ മുൻകാലങ്ങളിൽ ഈ മഹലിന് ക്രിയാത്മകമായും ആത്മീയമായും നേതൃത്വം കൊടുത്ത ഒരുപാട് പണ്ഡിതന്മാർ ഈ മഹലിൽ വന്ന് ഓതി പഠിച്ച് ഈ മഹലിൽ മുദരിസായി സേവനം ചെയ്ത PKP ഉസ്താദിനെ പോലുള്ള ആളുകൾ അടക്കം അല്ലാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ. അത്തരം മഹാന്മാരടക്കം ഒരുപാട് പണ്ഡിതന്മാർ ഹബീബുല്ലാഹ് മൗലവി പോലുള്ള ഇരിക്കൂറിന്റെ ചരിത്രം മാറ്റി എഴുതിയ ഒരു മഹാപ്രവകാരിയായിരുന്നു നമ്മുടെ ഹബീബുല്ലാഹ് മൗലവി എന്ന് പറയുന്ന ആ മനുഷ്യൻ. അദ്ദേഹം മരണപ്പെട്ടു. വളരെയധികം മാറ്റമുണ്ടാക്കി. എന്റെ വാഗ്ധോരണികൊണ്ട് അന്നുള്ള ചെറുപ്പക്കാർ ഇസ്ലാമിന്റെ പാതയിലേക്ക്, കർമ്മ വേദിയിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹബീബുല്ലാഹ് മൗലവി തൊട്ടടുത്ത് തന്നെ മുഹമ്മദ് അലി മൗലവി ഈ നിലാമുറ്റം എന്ന് പറഞ്ഞ പവിത്രമായ സ്ഥലം ഇളനീരേറ് എന്ന് പറയുന്ന ആ ദുരാചാരം കൊണ്ട് മലീമസമായി നിന്ന ഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് പറയാൻ പലരും മടിച്ചു നിന്നൊരു കാലഘട്ടത്തിൽ പവിത്രമായ നിലാമുറ്റത്ത് മരവട്ടി കിടക്കുന്ന മഹാന്മാരായ മശായിഖന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ, വലിയങ്ങളെപ്പോലുള്ള ആളുകൾ പോലും മടവിട്ട് കിടക്കുന്ന ആ മക്കളുടെ ചാരത്തിൽ നിന്ന് മൽപിടുത്തം നടത്തി ഇളനീരേറിന്റെ മൽപിടുത്തം അത് തെറ്റാണെന്ന് പറയാൻ പലരും ധൈര്യമായി ജുമാ മസ്ജിദിന്റെ മിഹ്റാബിന്റെ മുമ്പിൽ നിന്ന് അത് തെറ്റാണ്, അത് പാടില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ ദുരാചാരം മുന്നോട്ട് വന്ന് വ്യക്തിയോടെ പിടിച്ചുകൊണ്ട് ആദരവ് ഇത് നിന്ദിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ആചാരത്തെ പിടിച്ചറിയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള അല്ലാഹുവേ അവിടെ ഖബറിൽ സ്വർഗ്ഗപൂന്തോപ്പാക്കണമേ. അത്തരം ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സദുസ്താദുമാർ, ഒരുപാട് ഉസ്താദുമാർ
ഒരുപാട് സയ്യിദന്മാർ ഈ നാട്ടിൽ നിന്ന് മറവിട്ടുപോയി. അവർക്കെല്ലാം അല്ലാഹു മാഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അവർ മുൻഗാമികളായി ഇന്നും ഈ മഹല്ലിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ 11 മസ്ജിദുകളിലെ 11 ഘടകങ്ങളായ പണ്ഡിതന്മാർ, ഖത്തീബുമാർ, ഉസ്താദുമാർ, 10-14 മദ്രസയിലെ സദസ്യന്മാർ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകൾ അവരൊക്കെ ഇന്നും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സേവന പ്രവർത്തനം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവർ ആരോഗ്യവും ദീർഘായുസ്സും ദീനിന്റെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യവും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അമ്മയുടെ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ നമ്മുടെ പണ്ഡിതന്മാരുമായുള്ള ആലോചനയ്ക്ക് ശേഷമാണ്. ആ അമ്മയ്ക്ക് വിളിച്ചു നൽകാൻ അവർ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 16 മേഖലകളിൽ പരിപാലന കമ്മിറ്റി അംഗങ്ങൾ, ഒരുപാട് മേഖലകളിൽ മദ്രസ ബന്ധപ്പെട്ടുള്ള പരിപാലന കമ്മിറ്റി അംഗങ്ങൾ, ആ പരിപാലന കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. അവരുടെ ക്രമബദ്ധമായ നേതൃത്വം, അവരുടെ മാതൃകാപരമായ പ്രവർത്തനം, അവരുടെ മാതൃകാപരമായ നീക്കം, അതൊക്കെ തന്നെയാണ് നമ്മുടെ വെളിച്ചമായി നിലനിൽക്കുന്നത്. അത്തരം ആളുകളുടെ പ്രവർത്തനത്തെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ഐശ്വര്യവും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ നിലാമുറ്റം, ഈ പ്രദേശം, ഈ നില സൗകര്യപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം വില വാങ്ങി കേൾക്കുന്നതിന് വേണ്ടി ചെയ്ത ഈ പ്രദേശത്തെ ചെറുപ്പക്കാരായ ആളുകൾ, അവരുടെ റിയാണിത്, അവരുടെ അവരുടെ പൈസയാണിത്, അവരുടെ ഒഴിവാണിത്, അവരുടെ വിശ്വാസമാണിത്. ഈ സംവിധാനം അതിന് ഈ പ്രവർത്തകന്മാർ, അതിന് സഹായിച്ച ഒരുപാട് ആളുകൾ, അവരെല്ലാം ആ ചെറുപ്പക്കാർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മാത്രമല്ല ഒരുപാട് വരുമ്പോഴൊക്കെ തന്നെ ഒരു വെള്ളം ഇഷ്ടപ്പെടാതെ ഈ സംവിധാനത്തിനോട് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ആ ദിവസം തലേലെ പൂർണ്ണമായ ഉറങ്ങുകൊണ്ട് നാമെല്ലാം ഒരുപാട് അവരുടെ ആരോഗ്യം ഈ അതുകൊണ്ട് അതുപോലെ സാധാരണ പറയാറുണ്ട്, കമ്മിറ്റിന്റെ കീഴിൽ ശമ്പളക്കാരായ ആളുകൾ ശമ്പളക്കാരല്ല, അങ്ങനെ ാണ് എന്നെ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ആളുകൾ, ഒരുപാട് സേവനക്കാരായ ആളുകൾ, അധ്യാപകർ, ഒരുപാട് ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു അവന്റെ പ്രതിഫലം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ
നമ്മുടെ ഭഗവാനായ എന്ന് പറയുന്ന ആ വ്യക്തി 1911 ഒരു ഗ്ലാസ് ജോലി ചെയ്തത് നിങ്ങൾ ഇന്ന് അദ്ദേഹം വർഷങ്ങളായി ലോകത്തിൽ കിടക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സേവനം റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തെ അവർ ആരോഗ്യമാറാവട്ടെ. ഒരു രക്ഷിതാവിനെ എങ്ങനെ സംരക്ഷിക്കണം, ശക്തി രോഗത്തിൽ കിടങ്ങുന്ന ഒരു രക്ഷിതാവിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന വിഷയത്തിൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപലകളായ അതോടൊപ്പം നൽകുമാറാവട്ടെ. ഈ മഹല്ലിലുള്ള സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മഹല്ലുമായി ബന്ധപ്പെടുന്നവരാണ്. എല്ലാ വിഷയങ്ങളും തന്നെ അവർക്കൊക്കെ തന്നെ നന്ദിയും കടപ്പാട്. അതുപോലെ IRDMC എന്ന് പറയുന്ന സംവിധാനം, ഈ സംവിധാനത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ആളുകൾ, മാനേജർമാരായ ആളുകൾ, മെമ്പർമാരായ ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കണം. പലരും പോലെയല്ല മഹല്ലിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ ഈ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അബ്ദുസലാം ഹാജി ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഞങ്ങൾ ആരും തന്നെ 100 രൂപ കൈകൊണ്ടെടുക്കാറില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ. അതിന് ബന്ധപ്പെട്ട ബോഡികളുണ്ട്, അതവരെ ചെയ്തു കൊള്ളണം. അത് നോക്കലും തിരുത്തലുമാണ് ഞങ്ങളുടെ ബാധ്യത. ഞാൻ പറയുന്നത് അത്രമാത്രം സൂക്ഷ്മതയിലാണ് മഹല്ല് കമ്മിറ്റി അന്ന് വന്നതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും. മാനേജറുമാർ, മാനേജറും കുറെ മെമ്പർമാരും, പള്ളി വിഭാഗത്തിന് മാനേജറും കുറെ മെമ്പർമാരും, ഓർഫനേജ് വിഭാഗത്തിന് മാനേജറും കുറെ മെമ്പർമാരും ഓരോ സെക്ഷൻ തിരിച്ചുകൊണ്ട് അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് എണ്ണയുടെ യന്ത്രം പോലെ സംവിധാനിച്ചു കൊണ്ടുപോകുന്ന മെമ്പർമാർ. നിങ്ങൾ അറിയുമോ, 50 വർഷമായ ഈ കമ്മിറ്റി ഓരോ മാസവും ചിലപ്പോ 2-3 ചിലപ്പോ 2 മാസം 2-3 മീറ്റിങ്ങുകൾ ചേരാറുണ്ട്. സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ മീറ്റിങ്ങിലുള്ള ചായന്റെ സ്വഭാവമുണ്ടല്ലോ. ഈ 50 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ഒരു യോഗത്തിന്റെ ചായന്റെ കണക്ക് പോലും നിങ്ങൾക്ക് മഹല്ല് കമ്മിറ്റിയിൽ കാണാൻ കഴിയില്ല. മഹല്ലിന്റെ ഭാരവാഹികൾ മഹല്ലിന് വേണ്ടി ഓടുന്ന വണ്ടിന്റെ എണ്ണയുടെ അളവ് നിങ്ങൾ കാണാൻ കഴിയില്ല. അവരുടെ സ്വന്തം വണ്ടി, അവരുടെ സ്വന്തം എണ്ണ, അത് ഉപയോഗിച്ചു 100% സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നവരാണ് ഈ മഹല്ല് കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ. അപ്പൊ അവരെയൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അവർക്കൊക്കെ നന്ദി പറയാൻ വാക്കുകളില്ല. നാം എല്ലാം നമ്മുടെ കാര്യവുമായി
ഭൂമിയിൽ പരന്നു പോകുമ്പോൾ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ സ്ഥാപനങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയണം? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, 52 ലക്ഷം രൂപ കടത്തിലാണ് കമ്മിറ്റി ഓടുന്നത്. ഈ 52 ലക്ഷത്തിൽ 12 ലക്ഷവും കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ചില മെമ്പർമാർക്ക് തന്നെയാണ്. അവരെടുത്തതാണ്, സഹായിച്ചതാണ്. അത്രമാത്രം സേവനം ചെയ്യുന്ന കമ്മിറ്റി അംഗങ്ങളാണ് വീട്ടിലുള്ളത്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മഹല്ലിനെ ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ദീനിന്റെ ഒരു കോടതിയാണ്, ഒരു സംവിധാനമാണ്. അതിന്റെ കാര്യങ്ങൾ, സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ചോദിച്ചറിയാനും മനസ്സിലാക്കുവാനുള്ള സൗകര്യങ്ങളും വേദികളും നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾ ഇന്നുണ്ടാവണമെന്നില്ല. ഇന്നലെ മമ്മിക്കുട്ടി ഹാജി സാഹിബാണെങ്കിൽ, അതിനുശേഷം വേറൊരാളാണെങ്കിൽ, അതിനുശേഷം പിന്നൊരാളാണെങ്കിൽ, ഇന്ന് ഇരിക്കുന്ന സ്ഥാനത്തും സലാം ഹാജി ആണെങ്കിൽ, ഇന്ന് ഞാൻ സെക്രട്ടറിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ ആരാണെന്ന് പറയാൻ കഴിയില്ല. അവരൊക്കെ മരിച്ചു പോകും, മാറിപ്പോകും. ഈ സംവിധാനം നിലനിൽക്കണം. 483 കൊല്ലം മുമ്പ് ഉണ്ടായ സംവിധാനം ഇന്നും നിലനിൽക്കുന്നുണ്ട്, നാളെയും നിലനിൽക്കണം. ഞാൻ മരിച്ചത് കൊണ്ട് ഇതിന് മാറ്റമുണ്ടാവില്ല. ഇന്നലെ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ മിനിഞ്ഞാന്നോളം മരിച്ചു, ഇതിന്റെ സെക്രട്ടറി മരിച്ചു, പ്രസിഡന്റ് മരിച്ചു, സംവിധാനം തുറന്നു പോവുകയാണ്. അവര് മരിച്ചു, അവര് പോയി. ഈ സംവിധാനം ഇന്നും തുറന്നു പോകുന്നു. അബ്ദുള്ള മാഷ് മരിച്ചു, TC ഇബ്രാഹിം സാഹിബ് മരിച്ചു, KR ഇബ്രാഹിം സാഹിബ് മരിച്ചു, CV മീമയാൽ സാഹിബ് മരിച്ചു. അപ്പോ അവിടെ ഒന്നും പ്രശ്നങ്ങളെല്ലാം നടന്നു പോകുകയാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ആളുകളൊക്കെ, മഹല്ലിന്റെ ആളുകളൊക്കെ തന്നെ മഹല്ലിംഗം എന്ന കാഴ്ചപ്പാടിൽ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. മഹല്ലുമായി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ ആരും വിട്ടുപോകണ്ട നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നിന്ന് പ്രമേയം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട്, നമ്മളെല്ലാ പരിപാടിക്കും പാണക്കാടിലുള്ള ഒരു സേവനം, ഒരു സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. തങ്ങളവറുകൾ കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ എത്തുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് അവരുടെ അധ്യസ്ഥാനം ക്ഷണിച്ചു ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി തിരുവനന്തപുരം അവരുടെ പ്രസംഗത്തിന് മുമ്പേ 2 വാക്ക് മാത്രം പറയാൻ. കാരണം 1-2 ദിവസമായി നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അബ്ദുൽ അസീസ് മാസ്റ്റർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കമ്മിറ്റിയുടെ പ്രയാസങ്ങളെക്കുറിച്ചും കമ്മിറ്റിയുടെ എല്ലാ അതുപോലെ മുൻകാലങ്ങൾ പ്രവർത്തിച്ചവരെ പറ്റുമെല്ലാം ഇവിടെ നമുക്ക് സന്നദ്ധ സേവനം നടത്തുന്ന സഹോദരന്മാരെ കുറിച്ചെല്ലാം എല്ലാ മൂല്യം തൊട്ട് സംസാരിച്ചുകൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ ഞാനിപ്പോൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കമ്മിറ്റി എന്ന് പറയുന്നത് 40-40 കൊല്ലമായി മുൻഗാമിയായ മുൻ പ്രസിഡന്റ് മമ്മിക്കുട്ടി ഹാജി സാഹിബിൻ്റെ കമ്മിറ്റിയുടെ ഒന്നിച്ച് തുടർന്ന് ഇന്നുവരെ ഈ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുവാൻ ഭാഗ്യം തന്ന അനുവാദം കിട്ടിയ അള്ളാഹുവിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുകയാണ്. കാരണം ഈ കൊല്ലങ്ങളിലൊക്കെ നമുക്ക് നേതൃത്വം തന്ന ആ മഹാന്മാർ, അവർ ഓരോരുത്തരെയും ഞാനിപ്പോൾ ഓർക്കുകയാണ്. അവരുടെയൊക്കെ ആ നല്ല കാൽപ്പാടുകൾ, അവരുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നിങ്ങൾക്കെല്ലാം അറിയുന്നവർ തന്നെയാണ്. അവരുടെ എല്ലാം നല്ല കാൽപ്പാടും നല്ല ഹിലാസും അത് കണ്ട് പഠിച്ച് ഒരു പ്രവർത്തന നിലക്ക് 40-40 കൊല്ലത്തോളം ഈ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു. അതിൻ്റെ പേരിൽ ഒരു അംഗീകാരം തന്നെ മാത്രമാണ് എന്നെ ഇന്ന് പ്രസിഡൻ്റാക്കിയത്, എൻ്റെ കഴിവുകൊണ്ടെന്നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ മഹല്ലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അമാനത്ത് മാനേജിംഗ് കമ്മിറ്റിക്ക് ഓരോ സെക്ഷനുണ്ട്. ജമാഅത്ത് വിഭാഗത്തിൻ്റെ മാനേജർ KK മീമി സാഹിബ്, KK മീമി, അതുപോലെ മദ്രസ വിഭാഗ മാനേജർ V ഷിഹാബുദ്ദീൻ, യത്തീംഖാന വിഭാഗം മാനേജർ KT ഷിഹാദുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഹിദായത്ത് അംസാജി, കമ്മിറ്റി മെമ്പർമാർ, ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ പങ്ക് നിർവഹിക്കുമ്പോൾ ഒരു പ്രസിഡന്റ് എന്ന നിലക്കുള്ള ഭാരം ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ നിലക്കും കൂട്ടായ ഒരു പ്രവർത്തനം മുൻഗാമികൾ കാണിച്ചു തന്ന ആ മാതൃകയിൽ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ കമ്മിറ്റിക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതിൻ്റെ മുൻഗാമികൾ കാണിച്ച മാർഗം ഞങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട്
ആ മുൻഗാമികളുടെ പാത പിന്തുടർന്നുകൊണ്ട് തുടർന്നും പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിപ്പോൾ കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. വലിയ പാസിംഗന്മാർ ഇവിടെ ഉണ്ട്. ഒരു വിഷയം ഞാൻ ആദ്യം നമ്മുടെ ഒരു ദിവസം സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓർഫനേജുകളെ പറ്റി. കേരളത്തിലെ 1000-ഓളം വരുന്ന ഓർഫനേജുകൾ, കുട്ടികൾ ഓർഫനേജുകളും ഇത്രയോ കുട്ടികൾ, 50,000-ഓളം കുട്ടികൾ, ഇവരൊക്കെ ഇന്നൊരു വഴിയാധാരമാകുന്ന ഒരു രൂപത്തിൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം ഉണ്ടായിട്ടുണ്ട്. ഒരു ചൈൽഡ് JJ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. ആ കുട്ടികൾക്ക് ബാലനിയമത്തിൻ്റെ ചില ഇത് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഈ സ്ഥാപനം യതീംഖാനകൾക്കൊന്നും നടത്തുവാൻ സാധിക്കാത്ത വിവരം നമ്മുടെ കമ്മിറ്റി കണ്ണൂർ ജില്ലാ അസോസിയേഷൻ തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ന് നടത്തുന്ന നമ്മുടെ കുട്ടികളുടെ കൂടെ ഏത് ക്രിമിനൽ കുട്ടിയായാലും ഏത് ജാതിയിൽപ്പെട്ട ആളുകളായാലും അത് കൊണ്ടുവന്നാൽ ആ കമ്മിറ്റി ഇവിടെ സ്വീകരിക്കണം. അത് എടുക്കുന്നത് ഇന്നത്തെ കമ്മിറ്റിക്ക് അതിന് അധികാരമില്ല. ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യക്ഷേമ ഓഫീസറും ഒരു കമ്മിറ്റിക്കാരും തരുന്ന ആളുകളെയാണ് എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഈ അവസരത്തിൽ പറയുന്നില്ല. അതിനൊക്കെ എതിരായിട്ട് ഒരുപാട് കേസുകൾ സുപ്രീം കോടതിയിൽ കൊടുത്തെങ്കിലും ആ കേസുകളെല്ലാം തള്ളി. ഇപ്പോൾ അവസാനം സമസ്തയും ഒരു കേസ് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ആ കേസ് നമുക്ക് അനുകൂലമാക്കി തരുവാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം എന്നും നമ്മുടെ ഈ കമ്മിറ്റിക്ക് വേണ്ടി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾക്കും നമ്മൾ വിട്ടുപിരിഞ്ഞ എല്ലാ ആളുകൾക്കും ഇന്ന് ഈ കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച മാനേജർമാർക്കും കമ്മിറ്റി ഭാരവാഹികൾക്കും, അതുപോലെ ഇവിടെ ഈ പരിപാടി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു. കാരണം ഇത് എങ്ങനെ നല്ല കൊണ്ടുപോകും. പക്ഷേ എല്ലാ കൊല്ലങ്ങളിലും നടത്താറുള്ള പോലെ നമ്മുടെ ഇവിടെ സഹായിക്കുന്ന നമ്മുടെ സന്നദ്ധ സഹോദരന്മാരുടെ സേവനം കൊണ്ട് യാതൊരു പ്രയാസമില്ല ഈ നില നടത്തുവാൻ സാധിച്ചു. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി തിരുവനന്തപുരം അവരെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുന്നു. അസ്സലാമു അലൈക്കും. സ്റ്റേജിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഖത്തീബ് ആഷിം മന്നാനിയുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا
فادركنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم لا تقوم الساعة حتى يجتمع أهل البيت على الإناء الواحد وهم يعلمون مؤمنهم وكافرهم صدق رسوله الكريم صلى الله عليه وسلم. മഹത്താവേദിയുടെ സമാധാനീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ സലാം ഹാജി വശ്യസുന്ദരവും അർത്ഥസമ്പുഷ്ടവും കാലോചിതവും സാന്ദർഭികവുമായ വിഷയങ്ങളെ പക്വതയിൽ പൊതിഞ്ഞ് വൈജ്ഞാനിക സുഗന്ധത്തോടെ സദസ്സിന് കൈമാറി സ്വാഗതം ആശംസിച്ച പ്രദേശത്തെ കരുത്തനായ സെക്രട്ടറി അസീസ് മാസ്റ്റർ, സ്റ്റേജിലുള്ള മന്നാനി ദാരിമി പോലെയുള്ള പണ്ഡിതന്മാർ, സ്ഥാപനത്തിന്റെയും സംരംഭത്തിന്റെയും കമ്മിറ്റി ഭാരവാഹികൾ, ഈ സദസ്സിലേക്ക് പടച്ചവന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒഴുകിയണഞ്ഞ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, അർഹമുർ-റഹീമീനായ അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വർഗീയ സന്തോഷത്തിന് കാരണമായി അംഗീകരിക്കട്ടെ. ജീവിതത്തിന്റെ ക്ഷണികമായ യാത്രക്കിടയിൽ കാലത്തിന്റെ നീളത്തിൽ നമ്മിൽ സംഭവിച്ച അപാകതകൾ എത്രയും, അത് വാക്കുകൊണ്ടാണെങ്കിലും തേട്ടം കൊണ്ടാണെങ്കിലും നോട്ടം കൊണ്ടാണെങ്കിലും പ്രവർത്തനങ്ങൾ വഴിയാണെങ്കിലും എല്ലാം അല്ലാഹു നമുക്ക് മാപ്പ് നൽകുകയും സയ്യാത്തെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. ഞാൻ സത്യത്തിൽ ഇന്ന് ലക്ഷദ്വീപിൽ പ്രസംഗിക്കേണ്ട ആളാണ്. കവരത്ത് ദ്വീപിലാണ് ഇന്നും നാളെയും ഞാൻ നേരത്തെ ഏറ്റ പരിപാടി. അപ്പോഴാണ് ഇവിടെ നിന്ന് ഉത്തരായത്ത പണ്ഡിതന്മാർ എന്നെ 2 മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചത്. 2-3 വർഷമായി നിങ്ങളെ വിളിക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളെ ക്ഷണിക്കുന്നത് ബദരീങ്ങളുടെ അടുത്തേക്കാണ്, ഇനി നിങ്ങൾ വരില്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു. പിന്നൊന്നും ചിന്തിച്ചില്ല. ഞാൻ വരാന്ന് പറയലും ലക്ഷദ്വീപിക്ക് വിളിച്ചിട്ട് പരിപാടി മുടക്കലും പെടത്തലൊക്കെ ആയി. കാരണം ബദരീങ്ങളാണ് ഇവിടെ എന്നത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഏതായാലും വരാനും അവിടെ ഒന്ന് ദുആ ചെയ്യാനൊക്കെ പറ്റി. അല്ലാഹു കബൂലാക്കി നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാ, മാനേജ്മെന്റ് എന്താണ് എന്ന് സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ വാക്കിൽ എനിക്ക് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. ഇവിടെ അടുത്താണ് ഒരുപാട് വേദികളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസംഗം കേൾക്കുന്നത്. പള്ളിയിലും കോളേജിലും സേവനം ചെയ്യുന്ന ആളുകൾ ഞങ്ങളെ പണിക്കാരല്ല, ദീനിന്റെ സേവകന്മാരാണ്. അവരുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയുമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ കാരണം എന്ന് അതെന്നെ ഭൗതിക വിദ്യാസമ്പന്നനും ആത്മീയമായി കാര്യങ്ങളെ അന്വേഷണ സ്വഭാവത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മാഷ് കൂടിയായ ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ആനന്ദ തുന്തിലമായ ഒരു അവസ്ഥയായിരുന്നു. ഒരു തേന്മഴ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സൃഷ്ടിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും പ്രസിഡന്റ് അതുപോലെ പിന്നാലെ നടക്കുന്ന മുഴുവൻ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ നിഴലിൽ പകരം കൊടുക്കുകയും പരലോകത്ത് പ്രവിശാലമായ സ്വർഗീയ കൊട്ടാരത്തിൽ അല്ലാഹു അവർക്ക് നമുക്കും പാർപ്പിടം ഒരുക്കുകയും ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഖിയാമത്ത് നാൾ ഒരു വെളിപ്പാടകലെ എന്നതാണ്. സത്യത്തിൽ
ഒരുപാട് മണിക്കൂറുകൾ വെച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ്. പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ അടുത്ത് എത്താനായിട്ടുണ്ട്. തങ്ങൾ ഉദ്ഘാടനമായിരുന്നു. പക്ഷെ ഞങ്ങൾ ദീർഘയാത്രയിൽ നിസ്കാരം ബന്ധിച്ച് ഞമ്മാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് തങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ ഉദ്ഘാടനം എന്റെ പ്രസംഗത്തിന് ശേഷത്തേക്ക് ബന്ധിച്ച് ഞമ്മാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഉദ്ഘാടനം അദ്ദേഹം ബന്ധിച്ച് ഞമ്മാക്കിയിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇവിടെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഏതാനും സമയത്തിനുള്ളിൽ സാസിലേക്ക് വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, ഉറൂസിലാണ് നമ്മളുള്ളത്. ഉറൂസ് ഒരു ചെറിയ കാര്യം അതിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഏൽപ്പിക്കാത്ത വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഉറൂസ് എന്ന വാക്ക് അറൂസ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അറൂസ് എന്ന് പറഞ്ഞാൽ മണവാളനാണ്. എല്ലാ വർഷങ്ങളിലും ഉറൂസ് നടത്താറുണ്ടല്ലോ. ഈ വാക്കിനെ കുറിച്ചും ചിന്തിക്കുന്നത് നല്ലതാണ്. മക്കാം ഉറൂസ്. എന്താണ് ഉറൂസ്? ആ വാക്ക് അറൂസ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അതിന്റെ അർത്ഥം പുതിയാപ്പിള എന്നാണ്. പുതിയാപ്പിള എന്നാണ് ഇവിടെ അറിയില്ല. പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ അറിയില്ല. അങ്ങനെ തന്നെ അറിയില്ല. കല്യാണം കഴിച്ച ഉടനെയുള്ള അതിനാണ് ഞങ്ങൾ അവിടെ. പിന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ 80 വയസ്സായാലും പുതിയാപ്പിള തന്നെയാണ്. അതല്ലല്ലോ ഇവിടെ. അങ്ങനെയാ? അന്ന് അത് ഒഴിവാക്കണം. ഞങ്ങളെ നാട്ടിലുള്ള പുതിയാപ്പിള ഏകദേശം കല്യാണം കഴിച്ച് ഒരാഴ്ച, അത് കഴിഞ്ഞാൽ പിന്നെ പഴയ മാപ്പിളയാണ്, പുതിയാപ്പിളല്ല. അപ്പൊ ആ അർത്ഥത്തിലുള്ള പുതിയാപ്പിള അങ്ങനെയാണ്. ഈ പല സ്ഥലത്തും ഭാഷ മാറും. എവിടെ പോയപ്പോ നാളെ കുറെ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ല. ആ സങ്കടം പറഞ്ഞപ്പോ പടച്ചോനെ ഇവിടുത്തെ ഭാര്യമാർക്കൊക്കെ സുഖപ്രസവം കൊടുക്കണേ എന്തായിരുന്നു. ആരും ആമീൻ പറയണേ. കാരണം അവിടെ ഭാര്യ എന്ന് പറഞ്ഞ അർത്ഥം വളരെ മോശം. അതൊട്ട് എനിക്കറിയില്ല. എല്ലാരും ചിരിക്കുക. അധ്യക്ഷൻ പല്ലൊല്ലൊന്നുമില്ല, എന്നാലും പല്ലില്ലാത്ത തൊള്ളം വളർന്നിട്ട് പൊട്ടിപ്പൊടിച്ചിരിക്കുക. ഒരാൾ ആമീൻ പറഞ്ഞ് ഒരു ചെറിയ സഹകരണം ഉണ്ടായാലും എനിക്ക് വല്ലാത്ത പ്രയാസമായി. അപ്പൊ ഞാനിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഇരിക്കുമ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ കെട്ടിയ പെണ്ണിനല്ലേ ഭാര്യ എന്ന് പറഞ്ഞത്? അന്ന് അവിടെ ഭാര്യ എന്ന് പറഞ്ഞ അർത്ഥം വളരെ മോശമാണ്. അതാണ് ആരും ആമീൻ പറയാത്തത്. അതുകൊണ്ട് നിങ്ങൾ ആ ദുആ ഒന്ന് തിരുത്തിക്കാളി എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, കെട്ടിയ പെണ്ണിന് ഇവിടെ എന്താ പറയാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടെ പെരിച്ചായി എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ദുആ അടിച്ചു മാറ്റി, അല്ലാഹു തആല ഇവിടുത്തെ പെരിച്ചായകൾക്കൊക്കെ സുഖപ്രസവം കൊടുക്കണേന്ന് പറയട്ടെ. അതിപ്പോ ഇവിടുന്ന് ദ്വാരക്കാൻ പറ്റില്ല, എന്റെ നാട്ടിലും പോയിട്ട് ദ്വാരക്കാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ തന്നെ പെരിച്ചായകളെ കൊണ്ടുള്ള ശല്യം മക്കൾ എല്ലാവരും ഇനി ദ്വാരന്നിട്ട് പെരുപ്പും കൂടി ചെയ്താല് ആള് കഴിഞ്ഞിട്ട് വണ്ടി കയറാൻ പറ്റില്ല. അതാണ്. അപ്പൊ പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലുള്ള ഉദ്ദേശമല്ല, ഞങ്ങളെ നാട്ടിലുള്ള പുതിയാപ്പിള. ആ കല്യാണം കഴിഞ്ഞ് മണിയറ പൊളിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, അതിനാണ് അറൂസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഉറൂസ്? അതിന് വളരെ രഹസ്യമുണ്ട്. എന്താണ് കാരണം? ഒരു മുഅ്മിനായ മനുഷ്യൻ 6 അടിയുടെ ആഴിയിൽ കേവലമായ തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ട് താഴ്ത്തപ്പെട്ട അവന്റെ ജീവിതത്തിന്റെ ആരംഭമാണ്, അവസാനമല്ല. ഇത് ജീവിതമല്ല, ഇത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് മണ്ണിന്റെ ഗർഭാശയമാകുന്ന ഖബറിലേക്കുള്ള യാത്രയാണ്. ഇത് ജീവിതമല്ല, കേവലമായ യാത്രയാണ്. ഈ ദുനിയാ മുസാഫിർ ഖാനാ ഹൈ, जो आया है उसको जाना है, मरना भी बहाना है, और कब्र भी तेरा ठिकाना है. ഉറ്റവരെല്ലാം കരയുന്നുണ്ട്, ഉറ്റവരെല്ലാം കരളം പൊട്ടി കരയുന്നുണ്ടകലുമ്പോ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ ചന്നിയല്ലാരേ, ഉലകത്തിൽ ചന്നിയല്ലാരേ, പരവിധി ചുമ്മാ വിട്ടുചുങ്കിലു നടക്കുന്ന സുജാതി നാം കൊണ്ടോ നാട്ടിലെ കഥയെന്തറിയുണ്ടോ, നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ. പ്രിയങ്ക
പ്രിയങ്കരനായ മാഷ് അദ്ദേഹത്തിന്റെ വശ്യസുന്ദര സ്വഭാവമായ അർത്ഥസമ്പുഷ്ടമായ സ്വാഗത ഭാഷണത്തില് ഈ നാടിന് വേണ്ടി അവിശ്രമ പരിശ്രമത്തിലൂടെ അത്യധ്വാനം നടത്തി നിസ്വാർത്ഥ സേവനത്തിൽ അക്ഷീണമായി മുന്നേറി പരലോകത്ത് ബർസഖിയായി വിശ്രമിക്കുന്ന പ്രവർത്തകന്മാരെ ഓർത്തില്ലേ? പ്രിയപ്പെട്ട മാഷും ഞാനും നിങ്ങളും നാളെ മറ്റുള്ളവരാൽ ഓർക്കപ്പെടുന്ന മയ്യിത്തുകളല്ലേ? ഇതിങ്ങനെ ഖബറിലേക്കുള്ള യാത്രയല്ലേ? ആ ഖബറിന്റെ ആറടിയുടെ ആഴിയിൽ ആരാരുമില്ലാത്ത നിസ്സഹായ അവസ്ഥയില് മൂക്കിനൽപ്പം പഞ്ഞുമായി പോയി കിടക്കുന്ന പെങ്ങളെ, ആറടിയുടെ ആഴിയിൽ ആരാരുമില്ലാതെ കിടക്കുന്ന ചെറുപ്പക്കാരാ, ഒരു മുഅ്മിനായ മനുഷ്യനാണ് ഖബറിലെത്തിയതെങ്കിൽ അവനോട് മലക്കുകൾ വന്ന് പറയുകയാണ്, ഈ മണവാളൻ അണിയറയിൽ വിശ്രമിക്കുമ്പോൾ വിശ്രമിച്ചോ എന്നവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളവനോട് കൊണ്ട് പറയുന്നത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലായോ? ഖബറിന്റെ ഉള്ളിൽ അവനോടൊന്ന് പറയും, അവിടുന്നാണ് ഉറൂസ് വന്നത്. നീ മണവാളൻ വിശ്രമിക്കും പോലെ വിശ്രമിച്ചോ. അങ്ങനെ വിശ്രമിക്കും എന്ന് ഉറപ്പുള്ള ആളുകളാണ് ഇവിടെ കിടക്കണ ഈ മഹാന്മാരായ ഔലിയാക്കൾ. നമ്മളെ കുറിച്ച് ഒരു ഉറപ്പില്ല. വിശ്രമിക്കലാവോ, തേളിനും പാമ്പിനും പുഴുക്കൾക്കൊക്കെ ഭക്ഷണമാവോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ മഹാന്മാര് പുഴുക്കൾക്ക് ഭക്ഷണമാവില്ല. മനസ്സിലായോ? ചുറ്റുപാത്ത് ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് ഡില ഒഴിവാക്കാന്നല്ല, കുറക്കുക. രണ്ട് കിതാബ് ഞാൻ തന്നെ പോയി തരുന്നത്. ഇതവിടെ പോയി ഇതിന് വാടക കിട്ടില്ല. എന്നാ ഓണ ഇതിപ്പോഴും ഇതന്നെ നമ്മളെ ഈമാന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. ഓരോന്ന് സ്ഥലത്ത് തിരിച്ചാലേ ഇഹ്സാന്റെ വട്ടം തിരിക്കുമ്പോഴേ ഇഖ്ലാസിന്റെ സ്വിച്ച് ഓൺ ആക്കിയാലേ ഇഖ്ലാസ് വരാം. തസ്കിയത്തിന്റെ മരുന്ന് വെച്ചാലേ തസ്കിയത്ത് ഉണ്ടാകും. അങ്ങനെയാണ്. ഇപ്പൊ മൂപ്പര് ഇതിനു വേണ്ടി ഇവിടെ തിരിച്ചിട്ട് അവിടെ അല്ല, ഇത് വാടകമാണ്, ആയുധാണ്. അതുകൊണ്ടാണ് അങ്ങനെ നീച്ചപ്പോ ശരി. ഈ സ്ത്രീ ചുളിയാത്ത പരിപാടിയാണ്. നീ മണവാളൻ വിശ്രമിക്കും പോലെ വിശ്രമിച്ചോ എന്നവനോട് പറയുമെന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ النبي صلوا على صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله ബദരീങ്ങളാണ് അന്തിയുറങ്ങുന്നത്. ഒരുപാട് സ്വാലിഹീങ്ങളാണ് വിശ്വസിക്കുന്നത്. അവരവരെ ഇൻഷാ അല്ലാഹ് മൺമറയിലല്ല, മണിയറയുടെ ഉദ്യാനത്തിൽ മണവാളൻ പുഞ്ചരിച്ച് വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുകയാണ്. അവരുടെ കാൽപാദത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒഴിവ് മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി രോഗങ്ങളുടെ ധാരാളഹസ്തങ്ങളിൽ കിടന്ന് പടഞ്ഞ് കഷ്ടപ്പെടുന്നവരെ സദസ്സിലുണ്ട്. കടം കൊണ്ട് മുട്ടുമുട്ടുന്നവരെ സദസ്സിലുണ്ട്. അതാ ഒരുപാട് ശത്രുക്കളാൽ ബുദ്ധിമുട്ടുന്നവരെ സദസ്സിലുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അലട്ടുന്ന ഉമ്മമാരുണ്ട്, പെണ്ണന്മാരുണ്ട്. അല്ലാഹുവേ, ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോഴേ നിങ്ങൾ ഓരോ ആളുകളുടെയും
കഷ്ടപ്പാടിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, പ്രതിബന്ധങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, മാരങ്ങളിൽ നിന്ന്, യേശുവിൽ നിന്ന്, ഭീഷണിയിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, പരിഹാസങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്. ബിഹദ്ദി മുസ്തഫാ بحق من نفلوا في هذه البلدة المباركة من البدرين والخلاص يا رب العالمين. ഞാൻ ആ ഉറൂസ് എന്ന വാക്കൊന്ന് കേട്ടേച്ചു. ഉറൂസ് ഉസ്മാൻ ദാരിമിയാണ് എന്നെ പഠിപ്പിച്ചത്. ബദരീങ്ങൾ എടുത്തിട്ട് അങ്ങനെ വിളിക്കുന്നത് അന്നത്തെ മുസ്ലിംമാർക്ക് എല്ലാ ഐക്മത്തും അറിയാലോ. മുസ്ലിംമാര് പരിപാടിക്ക് പഠിച്ചാൽ പിന്നെ പോക്ക് നിർബന്ധമാവും. ദാരിമ ആ നിലക്കാൻ എന്നെ കൊളത്തിയത്. ഞങ്ങളെ ബദ്രീങ്ങൾ എടുത്ത് ഞങ്ങളെ വിളിക്കുന്നത്. പിന്നെ എന്താ ചെയ്യാ, അതിന്റെ ഒന്നും മറുപടി. പണ്ടൊരു തള്ള പറഞ്ഞാലും മാല കളഞ്ഞപ്പോ ആരെ കൈ കിട്ടിയാലും വേണ്ടിയില്ല, ഉസ്താദിന്റെ കൈ കിട്ടിയായിരുന്നു. 3 പവന്റെ മാല പോയി. അപ്പൊ തള്ളന്റെ ദ്വായാണ്, കുറച്ചോനെ ആരെ കൈ കിട്ടിയ എനിക്ക് വിഷയമല്ല, ഉസ്താദിന്റെ കൈ കൊടുക്കരുത്. അത് ഏതെങ്കിലും കൗലുണ്ടാക്കിയിട്ട് ഓല് പോക്കറ്റിലാക്കും. ഒരു ഉസ്താദിന് അദ്ദേഹത്തിന്റെ ഉസ്താദ്മാരെ പെട്ടെന്ന് ആക്ഷേപിക്കാൻ പറ്റില്ല. നാളെ ഒരാളിനോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു ഉസ്താദ് കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് മൂത്രയിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെ പ്രസംഗത്തിൽ അതിനെ എതിർക്കണോ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ കാട്ടുന്നത്? ഞാൻ ചോദിച്ചു, ആള് കിതാബിൽ വിവരമുള്ള ആളാണെന്ന് വെച്ചാൽ എന്നാ പിന്നെ നീ ആക്ഷേപിക്കാൻ പോണ്ട. അപ്പനോട് മുസ്ലിംമാർക്ക് എന്ത് തോന്നിയാസം പറ്റുന്ന ഞാൻ പറഞ്ഞ തോന്നിയാസല്ല, അത് ജായിദാക്കളെ പരിപാടി കിബിലക്ക് നേരെ തിരിയാ, എന്നിട്ട് മൂത്രയിക്കുന്ന സാധനം കയ്യോണ്ട് ഇങ്ങോട്ട് തെറ്റിച്ച കറാത്തില്ല. അങ്ങനെ പത്തലമേൽ എന്താ അവസ്ഥ, തഹവീൽ ചെയ്താ കറാത്ത് പോകുന്ന അത് എല്ലാരും കൂടി അങ്ങോട്ട് തിരിഞ്ഞിട്ട് തെറ്റിക്കാൻ അതല്ലേ. അപ്പൊ ഒരു വിവരമുള്ള ആള് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താ പെട്ടെന്ന് കടന്നാക്കാൻ നിൽക്കാൻ അതിലെന്തെങ്കിലും. അപ്പോ ഇവിടെ വരാൻ പറ്റിയ അല്ലാഹു ഖബൂലാക്കട്ടെ. ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം ഖിയാമത്ത് നാൾ അന്ത്യകാലം മുഴങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയണ്ട, നാസ പറഞ്ഞിട്ടുണ്ട്. ആരാ അലൈഹിസ്സലാം? ഈസല്ല നാസ. ശ്രദ്ധിച്ചിട്ട് പറഞ്ഞാളെ ഞാൻ ജബൽ ഖുബൈസ് വന്നു. അപ്പൊ ഒരാള് ഒരു മലന്റെ പേരാണ്, ഈ സാധു സഹാബിന്റെ പേരാണ്. അപ്പോ നാസ റിപ്പോർട്ട് വിട്ടിട്ടുണ്ട്, നിങ്ങൾ വായിച്ചോന്നറിയില്ല, ഞാൻ വായിച്ചു. എന്താണ്, കേരളത്തിൽ ഒരു വലിയ സുനാമി വരാൻ പ്രകമ്പനം കൂടെ ഉണ്ടാവും. അതിൽ 10 കോടി ജനങ്ങളാണ്, ഇന്ത്യയിൽ കേരളത്തിലല്ല 10 കോടി ജനങ്ങളാണ് ഇല്ലാതാൻ പോകുന്നത്. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓക്കി എന്നാണ് നാസ പറയുന്നത്. പക്ഷെ കടൽ ഓക്കാനിക്കാൻ ബാക്കിയാണ്. ഈ ഓക്കി വായിച്ചില്ല, ഇനി ഓക്കാനിക്കാൻ പോകുന്നു. അതിൽ ഇന്ത്യയിൽ നിന്ന് 10 കോടി മനുഷ്യന്മാർ നാമാവശേഷമാകുമെന്ന് റവാഹു നാസ.